ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു പാൽപ്പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അമ്പലപ്പുഴ പാൽപ്പായസമാണ് വെക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ കുക്കറിലാണ് ഞാൻ അരി വേവിക്കുന്നത്. അപ്പോൾ ഞാൻ 1 കപ്പ് അരിയാണ് വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചിരിക്കുന്നത്. പാല് ചേർത്തിട്ടാണ് കേട്ടോ, വെള്ളം ഒഴിച്ചിട്ടല്ല, പാല് ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അരി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ അരി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഒരു ഓട്ടുരുളിയിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് പാൽപ്പായസമൊക്കെ ഓട്ടുരുളിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറയണ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു ഓട്ടുരുളിയിലാണ് നമ്മൾ ഈ പായസം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്ടുരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനതിലേക്ക് 1 കവർ പാലാണ് കേട്ടോ എടുക്കുന്നത്. 1 കവർ പാല് പോരാ, ഞാൻ പക്ഷേ 1 കവർ പാല് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ റൈസ് ഓട്ടുരുളിയിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പാലൊഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർക്കാം കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് വേറെ ഏലക്കായോ അങ്ങനെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. പാല്, പഞ്ചസാര, നെയ്യും ഇത്ര മാത്രമാണ് കേട്ടോ ഞാനിതിൽ ചേർക്കുന്നുള്ളൂ. നമ്മൾ നന്നായിട്ട് ഓൾറെഡി അരി വെന്തതാണ്. നമ്മൾ ആ പാലും പഞ്ചസാരയൊക്കെ അതിലേക്ക് പിടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. എനിക്ക് റൈസ് കൂടുതലും പാല് കുറവായി പോയിട്ടുണ്ട്. അത് കാരണം ഇത്തിരി കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പഞ്ചസാര ചേർക്കുകയാണ് കേട്ടോ. 1 കപ്പാണ് ചേർത്തേക്കുന്നത്. പക്ഷേ അത് പോരാ, നമ്മൾ വേറെ കുറച്ചുകൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചിലർക്ക് മധുരം ഇഷ്ടമായിരിക്കും, ചിലർക്ക് മധുരം കുറച്ചായിരിക്കും, കൂടുതലായിരിക്കും ഇഷ്ടം. അപ്പോൾ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മധുരം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ മധുരം പോരാന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര കൂടി ഞാനതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, പാട കെട്ടാതെ നന്നായിട്ട് ഇളക്കുക. പിന്നെ പാല് കുറവും റൈസ് കൂടുതലായതുകൊണ്ട് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ എത്രയൊക്കെ വെച്ചാലും നമുക്ക് ആ അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ അവിടെ നിന്ന് കിട്ടുന്ന, അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് നമുക്കതിൽ കിട്ടില്ല. എങ്കിലും നമുക്കൊരാഗ്രഹത്തിൻ്റെ പുറത്ത് നമുക്കതൊന്ന് വെറുതെ ഉണ്ടാക്കി നോക്കാം, അത്രയേ ഉള്ളൂ. എന്നാലും ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ പായസത്തിന്. തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ തുളസിയില, നമുക്ക് ഒരു നല്ലൊരു പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ നമുക്കതിൽ തുളസിയിലയൊക്കെ ചേർക്കണമല്ലോ. അപ്പം അതിനായിട്ട് ഞാൻ തുളസിയില പറിക്കാനായിട്ട് പോകുന്നതാണ് കേട്ടോ മുറ്റത്ത്. ചെത്തിപ്പൂ കിട്ടിയില്ല, അതുകൊണ്ട് ചെത്തിപ്പൂ ഞാൻ ഇട്ടിട്ടില്ല, തുളസിയില മാത്രമേ ഇട്ടിട്ടുള്ളൂ. ചെത്തിപ്പൂ പറിക്കാനായിട്ട് പോകാൻ നോക്കിയപ്പോൾ അവിടെ ചെത്തിപ്പൂ ഇല്ല. അപ്പം ഞാൻ എൻ്റെ പൂന്തോട്ടം, ചെറിയൊരു പൂന്തോട്ടം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ. 10 മണിച്ചെടി പല കളറിലുള്ളത് ഇന്ന് കുറേ വിരിഞ്ഞിട്ടുണ്ട്. ഞാൻ ഷോർട്സൊക്കെ ഇടാറുണ്ട് ഇതിൻ്റെ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. തുളസിയില പറിക്കാനായിട്ട് പോയപ്പോൾ അതാ നമ്മൾ തുളസിയിലൊക്കെ പറിച്ചു, കഴുകി അതിലേക്ക് നമ്മൾ ഇടും കേട്ടോ. നമ്മൾ ലാസ്റ്റ് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് പായസം. നമ്മൾ അവസാനം അതിലേക്ക് അല്പം നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ പായസത്തിൽ അല്പം നെയ്യൊക്കെ ചേർക്കുന്നുണ്ട്. മുന്തിരിങ്ങ, കശുവണ്ടി ഒന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. പഞ്ചസാര ആ അരിയിലേക്ക് ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര ഇട്ട് തിളപ്പിക്കുന്നത് ഞാൻ. അപ്പോൾ അതാ നമ്മളൊരു സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്.
നന്നായി ഇളക്കണം. നമ്മുടെ പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. നമ്മൾ അവസാനം അതിലേക്ക് നമ്മൾ തുളസി ഇലയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. തുളസി ഇലയും ഇട്ട് കഴിക്കും. അപ്പോൾ നമ്മുടെ പായസം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക്സ്.